ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. നിയമസഭയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 15-ലെ അവസാന 2 വാചകങ്ങൾ ഇപ്രകാരമാണ്: സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 16-ലെ അവസാന വാചകം ഇപ്രകാരമാണ്: നികുതി വിഹിതവും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകളും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാകുന്നതും ഔദാര്യമല്ലാത്തതും ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം അതേ രീതിയിൽ വായിച്ചു. എന്നാൽ ഈ വാചകത്തിനൊപ്പം ഉദ്ധരണി എൻ്റെ സർക്കാർ കരുതുന്നു, ഉദ്ധരണി അവസാനിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഗവർണർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. ഓർഡർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. നിയമസഭയെ ബഹുമാനപ്പെട്ട ഗവർണർ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്നത് ഗവൺമെന്റ് വേണ്ടി ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗമാണ്. അതിൽ നിന്ന് വിട്ടുപോകുന്നതോ വ്യതിചലിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതല്ല. അതാണ് നമ്മുടെ സഭയുടെ കീഴ്വഴക്കം. മുൻകാലങ്ങളിൽ സമാന സന്ദർഭങ്ങളിൽ പല പ്രാവശ്യം സഭാധ്യക്ഷന്മാർ ഇക്കാര്യം വ്യക്തവരുത്തിയിട്ടുള്ളതുമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ച പരാമർശങ്ങളുടെ കാര്യത്തിലും മുൻ തീരുമാനം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാണ് ചെയറിന് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഓർഡർ. ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിന്റെ കോപ്പി ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും പത്രപ്രതിനിധികൾക്കും ഇപ്പോൾ വിതരണം ചെയ്യുന്നതാണ്. സർക്കാരിന് വേണ്ടി അവതരിപ്പിക്കപ്പെടുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറുടെ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും സഭയുടെ ഔദ്യോഗിക രേഖയായി പരിഗണിക്കാൻ കഴിയില്ല. അതാണ് കേരള നിയമസഭയുടെ കീഴ്വഴക്കം എന്ന് സ്പീക്കർ പറയുകയാണ്. ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഗവർണർ ഭേദഗതികൾ വരുത്തിയത്, പ്രസംഗത്തിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തതും ഏതൊക്കെ വാചകങ്ങളും വാക്കുകളും വരികളുമാണ് അദ്ദേഹം ഒഴിവാക്കിയതെന്നുമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സഭയിൽ പറഞ്ഞത്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടുള്ള ഗവർണറുടെ കൂട്ടിച്ചേർക്കലുകളും ഗവർണർ ഒഴിവാക്കിയ ഭാഗവും മാറ്റി നേരത്തെ ക്യാബിനറ്റ് അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുള്ളതെന്നും അതാണ് ഔദ്യോഗിക നയപ്രഖ്യാപന പ്രസംഗ രേഖയായി സൂക്ഷിക്കേണ്ടത് എന്ന കാര്യവുമാണ് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചത്. അത് സ്പീക്കർ അംഗീകരിച്ചിരിക്കുന്നു. സ്പീക്കർ പറഞ്ഞത് സഭയുടെ കീഴ്വഴക്കം അതാണ്. ഇത് ക്യാബിനറ്റ് തയ്യാറാക്കി അത് സർക്കാരിന് വേണ്ടി അവതരിപ്പിക്കുന്നതാണ് നയപ്രഖ്യാപനം. ആ നയപ്രഖ്യാപന പ്രസംഗം സഭയെ അഭിമുഖീകരിച്ച് സഭയോട് പറയുക എന്നതാണ് ഗവർണറുടെ ദൗത്യം. അതുകൊണ്ട് തന്നെ ഗവർണർ അതിനകത്ത് കൂട്ടിച്ചേർത്ത വാചകങ്ങളോ വാക്കുകളോ അദ്ദേഹം ഒഴിവാക്കിയ വാക്കുകളോ വാചകങ്ങളോ ഔദ്യോഗിക രേഖയായി കാണാൻ കഴിയില്ല എന്നാണ്. അതാണ് സഭയുടെ കീഴ്വഴക്കം എന്ന് വ്യക്തമാക്കുകയായിരുന്നു സ്പീക്കർ ഇപ്പോൾ സഭയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.